നമ്മൾ വായിച്ച സംഘത്തിൽ ഒരിക്കൽ കൂടെ ഓർപ്പിച്ച് ഒരു സംഭവ കഥയിലൂടെ വേഗത്തിൽ വചനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുക. സങ്കീർത്തനം 55 നമ്മളിങ്ങനെ വായിച്ചു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. ദാവീദ് യേശുക്രിസ്തുവിന് മുൻപ് 750 വർഷം മുമ്പ് ജീവിച്ചതായ ഒരു ഭക്തനായ മനുഷ്യൻ, പ്രവാചകനായിരുന്നു. അദ്ദേഹം പറയുകയാണ്, യാഗം കഴിക്കേണ്ടത് വരുവാനുള്ള ക്രിസ്തുവുമായിട്ടാണ്. ഞങ്ങളിപ്പോൾ നടത്തുന്ന യാഗം, ഞങ്ങൾ കഴിക്കുന്ന യാഗങ്ങൾ ഒക്കെയും അത് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നേലാണെന്ന് വളരെ വ്യക്തമായുടെ സങ്കീർത്തനക്കാരൻ ക്രിസ്തു ജനിക്കുന്ന 750 വർഷം മുമ്പ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഒരു സംഭവത ഞാൻ ഓർപ്പിക്കട്ടെ. ധനികനായ ഒരു മനുഷ്യൻ യൂറോപ്യൻ രാജ്യത്തെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ധാരാളം തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ പണിയെടുക്കുവാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. ആ കഥ എങ്ങനെയാണ് മുൻപോട്ട്, സംഭവം എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? ആ വൃദ്ധനായ മനുഷ്യൻ രാവിലെ തോട്ടത്തിൽ വരും. വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. അദ്ദേഹം തോട്ടത്തിൽ വന്നു, അവിടെ ഇരുന്നു. ആ സമയത്ത് ധനികനായ മനുഷ്യൻ തന്റെ ഭൂമുഖത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആഹാരം, ആ പൊതി അദ്ദേഹം അഴിച്ചു. ആ പൊതി, അതിനകത്ത് മറ്റൊന്നും കൂടുതലൊന്നുമില്ല. 2-3 ബ്രെഡും 2-3 ബ്രെഡിന്റെ കഷ്ണങ്ങളും കുറച്ച് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതും മാത്രമേ ഉള്ളൂ. അദ്ദേഹം തുറന്നു വെച്ച് സ്വർഗത്തിലേക്ക് തന്റെ കണ്ണുകൾ ഉയർത്തി തനിക്ക് ലഭിച്ചിരിക്കുന്ന ആഹാരത്തിൽ സംതൃപ്തനായി അദ്ദേഹം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ധ്യാനിക്കുന്നത് ഈ ധനികനായ മനുഷ്യൻ തന്റെ ഭൂമുഖത്തിരുന്ന് കാണുവാനായിട്ട് ഇടയായിച്ചു. അദ്ദേഹം അവിടെ എഴുന്നേറ്റു. വൃദ്ധനായ മനുഷ്യന്റെ അടുക്കൽ കടന്നു ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭക്ഷണം കണ്ടു. ശ്രദ്ധിച്ചവൻ പറഞ്ഞു, ഈ ഭക്ഷണത്തിന് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിപ്പാനായിട്ട് ഇടയായിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണവും എനിക്ക് സഞ്ചരിപ്പാനുള്ള ആരോഗ്യവും എനിക്ക് ജോലി ചെയ്യുവാനുള്ള കൃപയും മാത്രമല്ല എനിക്ക് കയറി കിടക്കാൻ ഒരു ചെറ്റപ്പുരയും ഉണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടനാണെന്ന് പറഞ്ഞു. ഉടനെ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇത്രമാത്രം ധനികനായിട്ടും ഞാൻ സന്തുഷ്ടനല്ല. നീ എനിക്ക് ഒന്നുമില്ലെങ്കിലും നീ സന്തുഷ്ടനാണോ എന്ന് ചോദിച്ചു. ഉടനെ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, അങ്ങന്റെ അടുക്കൽ വന്നത് നന്നായി. ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു. എന്താണെന്നറിയാമോ? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കിടന്നുറങ്ങുമ്പോൾ ഞാൻ എന്നെ സ്വർഗത്തിലേക്ക് എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ സ്വർഗത്തിൽ ചെല്ലുകയാണ്. സ്വർഗത്തിന്റെ മനോഹര തീരത്ത് ഞാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു. ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ ഇന്ന് മരിക്കുമെന്ന് കേൾക്കുവാൻ, ധനികനായ ഒരു മനുഷ്യൻ മരിക്കുമെന്ന് കേൾക്കുന്ന ഒരു ശബ്ദം. അതോടൊപ്പം തന്നെ മാലാഖമാർ ഹല്ലേലൂയ പാടുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സ്വർഗത്തെ കുറിച്ച് വിവരിക്കാൻ എനിക്ക് കഴിയില്ല. ആ മനോഹര തീരത്ത് തന്നെ നിന്നാൽ മതിയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എന്നാൽ അവർ പറഞ്ഞ ആ ശബ്ദം ഇതായിരുന്നു, കേട്ട ശബ്ദം ഇതായിരുന്നു, ഈ താഴ്വരയിലെ ധനികനായ ഒരു മനുഷ്യൻ ഇന്ന് രാത്രിയിൽ മരിക്കുമെന്നുള്ള ആ ശബ്ദം. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ മുഖം മ്ലാനമായി. തന്റെ മ്ലാനത വൃദ്ധനെ കാണിക്കാതിരിക്കാൻ തക്കവണ്ണം മുഖം തിരിച്ചു വീട്ടിലേക്ക് നടന്നു. വൃദ്ധൻ തന്റെ ജോലിയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്റെ പരിചാരകരോട് പറഞ്ഞു, ഏറ്റവും വലിയൊരു ഡോക്ടറെ വരുത്തുക. ഈ താഴ്വരയിലുള്ള ധനികനായ ഒരു മനുഷ്യൻ ഇന്ന് രാത്രി മരിക്കുമെന്ന് പറഞ്ഞു. അത് ഞാനായിരിക്കും എന്ന് കരുതി ദൈവത്തിന്റെ സ്തോത്രം ഡോക്ടറെ വരുത്തി. അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് രാത്രിയിൽ മരിക്കത്തക്കതായ യാതൊരു രോഗവും അദ്ദേഹത്തിനില്ലായിരുന്നു. ഡോക്ടർ അദ്ദേഹത്തോട് ഉറപ്പായി പറഞ്ഞു, നിങ്ങൾ ഈ രാത്രി മരിക്കയില്ല. അപ്പൊ അദ്ദേഹം സന്തോഷവാനായി ഡോക്ടറെ യാത്രയാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ വീട്ടിൽ കോളിംഗ് ബെൽ അമർന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ആ വൃദ്ധനായ ആ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തെ അടക്കുവാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ താഴ്വരയിലുള്ള ഏറ്റവും ധനികനായ മനുഷ്യൻ ആരായിരുന്നു എന്നറിയാമോ?
ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ആ വൃദ്ധനായ മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെ ധനത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട, നമ്മൾക്ക് ആശ്രയിപ്പാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. അവനിൽ നമുക്ക് ആശ്രയിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ആ വൃദ്ധനെ പോലെ കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം പ്രത്യാശയോടെ കർത്താവേ ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമായി ഇന്നത്തെ പകൽക്കാലം തീരട്ടെ എന്ന് ഞാൻ ആമുഖമായി ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗുരുവാക്യത്തിലേക്ക് വേഗത്തിൽ ഞാൻ മടങ്ങി വരികയാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. നോക്കിയേ, അങ്ങനെ ഒരു ദിവസം സംഭവിക്കാൻ പോകുക. അതെപ്പോഴെന്നറിയില്ല. എന്നാൽ ദൈവജനം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ആ ദിവസത്തിനായി ദൈവജനം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. വലിയ മഴയുടെ മുഴക്കം നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മഴയെ മാറ്റി തന്നുവെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ സങ്കീർത്തനക്കാരൻ 5 പറയുകയാണ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. സങ്കീർത്തനം 93 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. സങ്കീർത്തനം 93, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. അവിടെ പറയുകയാണ്, എന്താണ്? നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്. ആമേൻ. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഇവിടെ ഓർപ്പിക്കുന്നത്, ഈ ലോകത്തിൽ ജനിച്ചു വീണ മനുഷ്യർ മുഴുവൻ മരിച്ച മതിയാകത്തുള്ളൂ എന്ന പ്രതീക്ഷയിലേക്ക് നമ്മുടെ മനസ്സൊന്ന് വന്നാട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ജനതയെ ദൈവത്തിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം ശ്രമിച്ചപ്പോൾ, പ്രാർത്ഥിക്കുന്ന ഒരു ജനതയെ ഒരുക്കുവാൻ ശ്രദ്ധിച്ചപ്പോൾ, അവയെ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസമത. മൃഗങ്ങൾ ജനിക്കുന്നു, മരിക്കുന്നു, മണ്ണിലേക്ക് ചേരുകയാണ്. എന്നാൽ മനുഷ്യനോ അവന്റെ ശരീരം പൊടിയിലേക്ക് ചേരുകയും അവന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാൽ ആമേൻ. എന്നാൽ യഥാർത്ഥമായി ദൈവത്തെ വിശ്വസിച്ചവനുള്ള അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നമ്മൾ കേട്ടു, ദൈവവുമായി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ഉടമ്പടി ചെയ്യണം. എന്താ ഉടമ്പടി എന്നറിയാമോ? കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പാപിയായിരുന്നു, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ ക്രിസ്തുവുമായി ഞാനും നിങ്ങളും ഒരു ഉടമ്പടി ചെയ്യുന്നതിനെ കാണിക്കുകയാണ്. അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ് നമ്മുടെ അരുമനാഥൻ മധ്യാകാശത്തെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 90 സങ്കീർത്തനത്തിൽ പറയുന്നു, മരിച്ചുപോയ സകല വിശുദ്ധന്മാരും മർത്യരെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാകും. എല്ലാ മനുഷ്യരെയും മടങ്ങിച്ചേരുമാറാകും. എന്നിട്ട് പറയുക, അടുത്ത വാക്യം എന്നറിയാം, മനുഷ്യപുത്രന്മാരെ. ആ ഭാഗം അണ്ടർലൈൻ ചെയ്യണം. ആരെയാ മടങ്ങി വിളിക്കുന്നതെന്നറിയാമോ? മനുഷ്യപുത്രന്മാരെ. നമുക്ക് സ്തോത്രം പറയാൻ വകയുണ്ട്. ഈ ഭൂമിയിലേക്ക് ദൈവം തന്നെ മനുഷ്യപുത്രനായിട്ട് ഇറങ്ങി വന്നു. അവരിൽ വിശ്വസിക്കുന്നവര് ദൈവമക്കള് മനുഷ്യപുത്രന്മാരാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അവൻ വേദപുസ്തകത്തിൽ തെറ്റുപറ്റുകയില്ല. അവൻ മടക്കി വിളിക്കുന്നത് ദൈവത്തിന്റെ ജനത്തെയാ. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്ന് അവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ പാടിയത്, മൃതരെ ജീവിപ്പിപ്പാൻ വളരെ വ്യക്തമായി പിതാക്കന്മാർ പറഞ്ഞെങ്കിൽ, ഇതുവരെയും യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽക്കാല ഓൺലൈനിലൂടെ കേൾക്കുന്ന ദൈവജനമേ, യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് ക്ഷണിക്കുക. അവൻ വെളിപ്പാട് പുസ്തകം 3:20 പറയുക, നീ മാനസാന്തരപ്പെടുക, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു,
വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, കരകളുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തില് യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഞങ്ങളുടെ ഹൃദയവാതിക്കല് ആമേൻ 91 ഒക്ടോബർ 11 മുമ്പ് വരെയും അവൻ മുട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അവനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ 91 വേദനയുടെ നടുവിൽ ആമേൻ ഞങ്ങളുടെ ഹൃദയവാതിക്കൽ മുട്ടിയപ്പോൾ അവനെ തിരിച്ചറിയുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമേ, നിന്റെ ജീവിതത്തിൽ നീ യേശുവിനെ രുചിച്ചറിഞ്ഞവനാ. നീ പിന്മാറിപ്പോയെങ്കിൽ മടങ്ങി വരുവാനുള്ള ഒരു സമയം ദൈവം നിനക്ക് നൽകുക. മടങ്ങി വന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ആമേൻ ദൈവത്തിന് സ്തോത്രം നിത്യ നരകത്തിന് അവകാശിയായി തീരുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ 1 തെസ്സലോനി 4:17 നമുക്ക് വരാം. കർത്താവ് മധ്യാകാശത്തിൽ വരും. അവിടെ ഇങ്ങനെ പറയുകയാണ്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ പിതാക്കന്മാർ എഴുതി വെച്ച പാട്ട് നമ്മൾ പാടി. ആമേൻ. ഇവിടെ പറയുകയാണ്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം, ആ മരിച്ചു പോയവരോട് ചേർന്ന് ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ നോക്കിയേ, സ്വർഗാരോഹണം നടക്കാൻ പോവുകയാ. 40 ദിവസം കഴിയുമ്പോൾ ഒരിക്കലായി നടന്ന സ്വർഗാരോഹണത്തിന്റെ ഓർമ്മയെ നമ്മള് പുതുക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ എന്നാൽ നമ്മൾ മറന്നു പോകരുത്. ഒലിവുമലയിൽ തന്റെ ശിഷ്യന്മാരുമായി കർത്താവ് ഇരിക്കുമ്പോൾ ആമേൻ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങളുടെ സഹീവന്മാളിയിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം കർത്താവ് ആമേൻ ഞാന് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്, അവിടെ നിങ്ങൾക്ക് മധ്യസ്ഥനായിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ സന്ദർഭത്തിൽ ഒരു മേഘം വന്ന് കർത്താവിനെ മൂടി. ആ മേഘത്തിൽ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് മരിച്ചുപോയ വിശുദ്ധന്മാരോട് ചേർന്ന് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ഞാനും നിങ്ങളും മേഘങ്ങളിൽ കർത്താവായിരിക്കുന്ന മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുകയാ. ഫിലിപ്പിയർലേഖനം 3:20 ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസിയെ നിന്നെ കുറിച്ചാ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അതുകൊണ്ട് നാം സ്വർഗീയ പൗരന്മാരായിരിക്കും. ഒന്ന് വായിച്ച് 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സ്വന്തം പറഞ്ഞേ ഹല്ലേലൂയ. ഈ പ്രതികൂല കാലാവസ്ഥയിലും കാത്തിരിക്കുവാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്നവർക്ക് കഴിഞ്ഞ് ഞങ്ങൾക്കും കഴിഞ്ഞതോർത്ത് ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. അപ്പൊ അവിടെ പറയുക, നമ്മുടെ പൗരത്വം എവിടെയാ? ഭൂമിയിൽ പൗരത്വം വേണം. ഭൂമിയില് നമ്മള് വീട്ടുകാരും കൊടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം, എല്ലാ കാര്യങ്ങളും കൊടുക്കണം. ദേവാലയത്തില് എല്ലാ വർഷവും നമ്മള് എന്താ കൊടുക്കുന്നത്? ആണ്ടുവരി കൊടുക്കണം, മാസവരി കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണം. എന്നാല് അത് നമ്മളെ നടത്തുന്നവരെ നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. അതുകൊണ്ട് എന്നാൽ ഒന്ന് നമ്മൾ മറന്നു പോകരുത്, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് എന്നെ ചേർക്കാൻ അവൻ വരുന്ന ഒരു ദിവസമുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാട്ട് എന്നെ ചേർക്കാൻ വരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിന്റെ അംശികളാണ്. നിങ്ങൾ ഓർക്കണം, ആദാമിനെ നിലത്തെ പൊടി കൊണ്ട് അവരെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ഇവിടെ പറയുന്നത് പോലെ അവിടെ സ്വർഗീയ പൗരനാകുന്ന അനുഭവം ലഭിക്കുകയാണ്. അവൻ സ്വർഗത്തിന്റെ അംശിയായി തീരുകയാണ്. അത് കഴിഞ്ഞ് കൂട്ടായി ആദമിനെ കൊടുത്തു. അവര് തെറ്റുകയാണ്.
പൈശാചികൻ അവരെ തെറ്റിക്കുകയാണ്. അപ്പൊ സ്വർഗീയ അംശം നഷ്ടപ്പെട്ടപ്പോൾ അവർ സാധാ മനുഷ്യരായി തീർന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ സാധാ മനുഷ്യരായിരിക്കുമ്പോൾ, നമ്മള് സ്വർഗത്തിന്റെ പൗരന്മാരാണെന്ന് വിശ്വസിക്കുമ്പോൾ, നമ്മൾ സ്വർഗത്തിന്റെ അംശികളാ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ യേശു കടന്നു വരും, ഞാൻ അവരോടൊപ്പം തന്നെ മധ്യാകാശത്തിൽ ചേരുമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചവരെന്നല്ലേ പറഞ്ഞു? ദൈവത്തിന്റെ സ്വതന്ത്രം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഉറച്ച് വിശ്വസിക്കും. ഈ ഭൂമിയില് ആമേൻ വലിയ വീടൊക്കെ വെച്ച് താമസിക്കുന്ന പൗരത്വമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ പോലെ ഒരു താൽക്കാലികമായ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. അവിടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. കാര്യസ്ഥൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്നിട്ട് പിന്നീട് അവരോട് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെ വന്ന് എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതുപോലെ വാഗ്ദത്തം നൽകിയ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? റഷ്യയിലേക്ക് നോക്ക്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് നോക്ക്. അവരൊക്കെ അധികാരം വെക്കുമ്പോൾ അവർ വലിയ വാഗ്ദത്തം നൽകുകയാണ്. നിങ്ങളെ ഞങ്ങള് ഇന്നതാക്കി തീർക്കാം, അവയെ നിങ്ങളുടെ പട്ടിണി മാറ്റാം, നിങ്ങൾക്ക് സന്തോഷം നൽകാം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദത്തങ്ങൾ നൽകുകയാ. പക്ഷേ നമ്മുടെ അരുമനാഥ് ഭൂമിയെ ഭരിക്കുന്ന ഒരു നാളുണ്ട്. അന്നേ ഈ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അതുവരെ ദാരിദ്ര്യമായിരിക്കും. റഷ്യയിലേക്ക് നോക്ക, റഷ്യ തകർന്നു കഴിഞ്ഞപ്പോൾ വൃദ്ധന്മാർ, അവർക്ക് ആഹാരമില്ല. അവരുടെ ഭവനത്തിന്റെ മുൻപിൽ ആളുകൾ കൊണ്ടുവെക്കുന്ന ചവറ്റുകുട്ടയിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് മനോരമ പേപ്പറിൽ ഞാൻ കണ്ടതാ. കമ്മ്യൂണിസം സ്വർഗമാക്കാമെന്ന് റഷ്യ പറഞ്ഞപ്പോൾ അത് സാധ്യമല്ലാതായി തീർന്നു. സ്വർഗമാക്കണമെങ്കിൽ നമ്മുടെ യേശു ഭൂമിയെ ഭരിക്കണം. 1000 ആണ്ട് ഭരണത്തിലെ ഈ ഭൂമി സ്വർഗമായി തീരുകയുള്ളൂ. ദൈവത്തിന് സ്വന്തം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വർഗീയ പൗരന്മാരായിരിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു വരുമെന്ന് നമ്മൾ കാത്തിരിക്കണം. കാത്തിരിക്കുന്നവർക്കായി സ്തോത്രം. എന്നെ കേൾക്കുന്നവർക്കായി സ്തോത്രം. തുടർന്നും ഓൺലൈനിലൂടെ കേൾക്കുന്നവർക്കായി ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പൊ കാത്തിരിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാ. അതെത്രയും വേഗം സംഭവിക്കും. അതിനായി നമ്മൾ നോക്കി പാർക്കുകയാ. തെളിവ് 1 തെസ്സലോനിക്കർ 4:16 വായിച്ച കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയോ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. 2 പ്രാവശ്യം വീണ്ടും ഓർപ്പിക്കുക. മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളും രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ഒരിക്കൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിന് സമയമായിട്ടില്ലെന്ന് ആളുകൾ പറയുന്നത്. 2000 വർഷമായിട്ട് ഈ സുവിശേഷം കേൾക്കുകയാ. ഇതുവരെ യേശു വന്നില്ലെന്നാ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവന്റെ വരവിന് താമസമില്ല. ലോകമെന്ന് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37, 38, 39 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴാണ് പുത്രന്റെ വരവെന്ന് നമ്മൾ കാണുന്നുണ്ട്. വായിച്ചാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ഹല്ലേലൂയ. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചു. അവരെന്ത് ചെയ്തുകൊണ്ട് തിന്നും കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തും പോകും. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. ഇതുപോലെ എന്റെ കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ. ഇപ്പോഴൊന്നും വരികയെന്ന് പറയുന്നത് നോയമ്പങ്ങോട്ട് കഴിയുമ്പോ കല്യാണം തന്നെയാ. വീട്ടിൽ ആഹാരം വെക്കണ്ട. തിന്നും കുടിയും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു നേരം ആഹാരം കഴിച്ചാൽ വൈകിട്ട് വേണ്ട. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടമായി ഇത്
അത് നോഹയുടെ കാലഘട്ടം പോലെ ഒരു കാലഘട്ടമാ. എന്നാൽ നോഹ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. ഇതിന്റെ 1 മുതൽ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന് പണി കാണേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവന്റെ അടുക്കൽ വരികയാണ്. ദേവാലയത്തിൽ മനോഹരമായ ദേവാലയം പണിതുകൊണ്ടിരിക്കുക. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഭൂമിയിലുള്ളതൊക്കെ നശിച്ചു പോകുമെന്ന് പറയുകയാ. എത്ര മനോഹരമായി പണിതാലും അത് നശിച്ചു പോകും. AD 72 തീത്തോസിന്റെ കാലത്ത് അവൻ അത് യേശു കർത്താവിന്റെ വാഗ്ദത്തം അവിടെ നിവർത്തിച്ചതായി നമ്മൾ കാണുകയാ. ഇന്ന് ദേവാലയം ഇടിഞ്ഞു കിടക്കുകയാ. ദേവാലയത്തിന്റെ ഒരു മതില് മാത്രമേ ഉള്ളൂ. യഹൂദന്മാര് അവിടെ തലയടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, മിശിഹായെ വരണമെന്ന്. എന്നാൽ ഇവർക്ക് അത് വെളിപ്പെട്ടിട്ടും അത് മനസ്സിലാക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് യേശു കർത്താവ് വന്നു. ആമേൻ. വീണ്ടും വരുവാനായിട്ട് പോകുകയാ പ്രിയപ്പെട്ടവരെ. എന്നാൽ വീണ്ടും വരുന്നത് തന്റെ മണവാട്ടിയെ ചേർക്കാനാ, തന്റെ മണവാട്ടി സഭയെ ചേർക്കാനാ. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ? അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ മണവാട്ടിയെ ചേർക്കാനാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്. 90 സങ്കീർത്തനത്തിൽ പറഞ്ഞു, നീ മർത്തിനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവമാ, നീ മനുഷ്യപുത്രന്മാരെ മടക്കി വിളിക്കുന്ന ദൈവമാ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മളിങ്ങനെ പാടാറുണ്ട്, എന്റെ പ്രിയന്മാരിൽ വാരാറായി എന്റെ പ്രിയന്മാരിൽ വാരാറായി കാഹളത്തിൻ ധ്വനി മധ്യാകാശത്തിൽ വരുമെന്ന്. ഹല്ലേലൂയ. ഇനിയും ഭൂമിയിലേക്ക് കർത്താവ് വരേണ്ട ആവശ്യമില്ല. ഒരിക്കലായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരി ക്രൂശിൽ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി തന്റെ ജീവൻ ബലിയർപ്പിച്ചു കഴിഞ്ഞതുകൊണ്ട് ആ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവവചനത്തെ ചേർക്കാൻ ഇനി കർത്താവ് മധ്യാകാശം വരെ വരികയുണ്ട്. അപ്പൊ ഒന്ന്, കർത്താവ് എവിടെ വരും? മധ്യാകാശത്തിൽ വരും. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? നോഹയുടെ കാലം പോലെ ഒരു കാലം വരുമ്പോൾ മനുഷ്യപുത്രന്റെ വരവാകും. സോദോം ഗോമോറയുടെ കാലം പോലെ ഒരു കാലം വരുമ്പോൾ മനുഷ്യപുത്രന്റെ വരവാകും. സോദോം ഗോമോറയുടെ പ്രത്യേകത എന്തായിരുന്നു? പുരുഷൻ വഷളത്വത്തിൽ പുരുഷനും തമ്മിൽ വഷളത്വം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് നമ്മൾ കേട്ടില്ലയോ? സ്ത്രീകൾ തമ്മിൽ വിവാഹം കഴിപ്പാൻ അധികാരം അവകാശം കൊടുത്തു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഞാനും നിങ്ങളും മറന്നു പോകരുത്, നമ്മുടെ കർത്താവ് വരും. അത് നിശ്ചയം. അവൻ മധ്യാകാശത്തിൽ വരും. അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവജനം രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ജീവനോടിരിക്കുന്നവർ എടുക്കപ്പെടുകയും മരിച്ചുപോയ വിശുദ്ധന്മാർ ആദ്യം രൂപാന്തരപ്പെട്ട് അവരൊരുമിച്ച് മധ്യാകാശത്തിൽ എത്തുകയും ചെയ്യുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. ഒരു ഭക്തനായ ഒരു മനുഷ്യനെ എനിക്കറിയാം.
ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വചനം കേൾക്കുകയാ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, വേദപുസ്തകത്തിലെ ഒരു മനോഹരമായ ഒരു വചനമാ. എന്താണെന്നറിയാമോ? ഒരു ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ വർഷം എനിക്ക് നല്ലവണ്ണം വിളവുകൾ ഉണ്ടായിട്ടുണ്ട്. ആമേൻ, അതുകൊണ്ട് ഞാൻ എന്റെ കളപ്പുരകള് കഴിഞ്ഞ വർഷത്തേക്കാൾ ആമേൻ വിളവുകൾ ഉള്ളത് കൊണ്ട് അത് ശേഖരിച്ച് വെക്കുവാൻ എന്റെ പഴയ കളപ്പുര പോരാ. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അത് പൊളിക്കും. അത് പൊളിച്ച് ഞാൻ വലിയത് പണിയും. എന്നിട്ട് ആമേൻ, അത് കൊയ്ത്താകുമ്പോൾ, ആ ഫലം ശേഖരിക്കാൻ സമയമാകുമ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ആ കളപ്പുര ഞാൻ പൊളിച്ച് വലുതാക്കി അതിൽ നിറയ്ക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ തന്നോട് തന്നെ പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവൻ തന്നോട് തന്നെ പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നിട്ട് ഏറെ നാൾ എന്റെ അഷ്ടി ഇത് നിമിത്തം ഞാൻ നടത്തുമെന്ന് പറയുകയാ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു ശബ്ദം അവന്റെ കാതുകളിലേക്ക് അടിക്കുകയാണ്. മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ മടക്കി വിളിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? അഭക്തനായ മനുഷ്യൻ, ഒരു വയോധികനായ ഒരു സുവിശേഷകന്റെ പ്രസംഗം കേട്ട് ആമേൻ, വലിയ പള്ളിയുടെ ആമേൻ ദൈവത്തിന് സ്തോത്രം, ആ പഴയ പള്ളിയുടെ ആ ദൈവത്തിന് സ്തോത്രം, അതിന്റെ കതകിന്റെ കട്ടിലക്കാൽമേലിരിക്കുക. നല്ലൊരു മനുഷ്യനാണ്, യാതൊരു പാപവും ചെയ്യാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒരു കുറവും പറയാനില്ല. ഒരു സിഗരറ്റ് വലിക്കത്തില്ല, ഒരു വീടി വലിക്കത്തില്ല, ഒരു കള്ള് കുടിക്കത്തില്ല. നല്ല വിദ്യാഭ്യാസമുള്ള ഒരാള്, നല്ല ജോലി ചെയ്യുന്നയാള്. പക്ഷേ മൂഢ എന്നുള്ള ശബ്ദം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ദേവാലയത്തിന്റെ ആ കട്ടിലക്കാലിന്മേലിരുന്ന് ഒരു തീരുമാനമെടുത്തു. ഇനിയും ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. അദ്ദേഹം പിന്നീട് വലിയൊരു സുവിശേഷകനായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാൽ ആമേൻ, ഞാൻ മിടുക്കനാണെന്ന് ധരിച്ചാലും, ഞാൻ ആമേൻ സമ്പന്നനാണെന്ന് ധരിച്ചാലും, എനിക്ക് 2 നില കെട്ടിടമുണ്ടെന്ന് ധരിച്ചാലും, അല്ലെ 3 നില കെട്ടിടമുണ്ടെന്ന് ധരിച്ചാലും, ആമേൻ നിന്റെ വീട്ടിനകത്ത് ലിഫ്റ്റ് ഉണ്ടെന്ന് നീ കരുതിയാലും, ആമേൻ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ആത്മാവിനെ മടക്കി വിളിച്ചുമ്പോൾ നീ പോയേ മതിയാകത്തുള്ളൂ. അപ്പോൾ കർത്താവ് എവിടെ വരുമെന്ന് പറഞ്ഞ് മധ്യാകാശത്ത് വരും. നീ അവിടെ ചെല്ലുമോ? ദൈവത്തിന് സ്തോത്രം. അഥവാ കർത്താവ് വരുന്നതിന് മുമ്പ് നീ മരിച്ചാൽ സ്വർഗീയ പരദീസയിൽ നീ എത്തുമോ എന്ന് ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഒന്നാമത് ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്, കർത്താവ് എവിടെ വരും? ആമേൻ, മധ്യാകാശത്തിൽ വിശ്വസിക്കുന്നവരെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ആമേൻ, ഞാൻ ഓർക്കുക, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. ദൈവത്തിന്റെ ഹിതം ഇന്ന് പകൽക്കാലം നിറവേറട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അറിയാതെ ഇവിടെ നിന്ന് കണ്ണുനീരൊഴുക്കി. നോക്കി, എന്നൊരു മഴയായിരുന്നു. നമുക്ക് പ്രസംഗിക്കാൻ, നമ്മുടെ ഈ ഷീറ്റിലേക്ക് വെള്ളം വീണാൽ പ്രസംഗിക്കാൻ ഒരിക്കലും പ്രയാസമാണ്. എന്നാൽ ഇന്നുവരെയും ഈ കഴിഞ്ഞ 32 വർഷവും വ്യാഴാഴ്ച തോറും ഇവിടെ ശുശ്രൂഷ നടത്തുവാൻ കാലാവസ്ഥ അനുകൂലമാക്കി തന്ന ദൈവത്തിന് ഒരു നന്ദി പറയാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞാണ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്ന്, കർത്താവ് എവിടെ വരും? മധ്യാകാശത്ത് വരും. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, അവൻ പോയതുപോലെ വരുന്നവനാണ്. ഹല്ലേലൂയ. അവൻ എങ്ങനെ പോയോ അതുപോലെ അവൻ രാജാവായി അവൻ വരുന്നവനാ. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം, പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ, സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടു.
ചില ആളുകളൊക്കെ പറയുക സ്വർഗം കണ്ടവരും വല്ലതും ഉണ്ടോ എന്ന്. വേദോത്സവത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആമേൻ. യോഹന്നാൻ സ്വർഗം കണ്ടു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് സ്വർഗം കണ്ടു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ഇവിടെ ഗലീല പുരുഷന്മാര് ആമേൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാ. അവർക്ക് കാര്യം മനസ്സിലായി. അവരുടെ യേശു സ്വർഗത്തിലേക്ക് കയറി പോവുകയാ. അവരുടെ ആത്മീയ കണ്ണുകളിൽ യേശു പറഞ്ഞിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സ്വർഗത്തിന്റെ മനോഹാരിത അവരുടെ ഹൃദയങ്ങളില് ആമേൻ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായി. അതുകൊണ്ട് പറയുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിങ്ങളെ വിട്ട് ഈ യേശുവിനെ പോകുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ അവൻ മടങ്ങി വരുന്നതും. ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വചനമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിന് 1000 ദിവസം ഒരു ദിവസം പോലെയാ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ നമ്മൾ മറന്നു പോകരുത്. ഒരു വർഷം പോലെ 1000 ദിവസം ഒരു വർഷം പോലെയാ. അങ്ങനെയാണെങ്കിൽ ആമേൻ ഒരു ദിവസം 1000 വർഷം പോലെയാ. അങ്ങനെയാണെങ്കിൽ കർത്താവ് വന്ന് പോയിട്ട് 2 ദിവസമേ ആയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തവനായ യേശു പോയതുപോലെ പ്രാർത്ഥന കേൾക്കണമേ. രണ്ടാമത് നമ്മുടെ കർത്താവ് പോയതുപോലെ വരുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഗലീല പുരുഷന്മാരെ എന്ന് വിളിക്കുന്നുണ്ട്. ഗലീല പുരുഷന്മാരെ എന്ന് പറഞ്ഞപ്പോൾ യൂദ ഒഴികെയുള്ള എല്ലാവരും ഗലീല കടലിന്റെ പടിഞ്ഞാറ് നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണെന്ന് വേദപുസ്തകം ഓർപ്പിക്കുകയാണ്. അപ്പം ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തവനായ യേശു. പ്രവൃത്തികൾ 1:9 നമ്മൾ വായിക്കണം. മൈക്കിലൂടെ വായിക്കും. പ്രവൃത്തികൾ 1:9. ഇത് പറഞ്ഞ ശേഷം അവൻ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു.
അവൻ പോയതുപോലെ വരുന്നവനാ നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവൻ മനുഷ്യവേഷത്തില് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ രണ്ടുപേരെ ഇവിടെ കണ്ടെന്ന്, രണ്ട് പുരുഷന്മാരെ കണ്ടെന്ന് പറയുന്നുണ്ട്. യേശുവിന്റെ ജനനത്തിങ്കല് ഒരു ദൂതനായിരുന്നെങ്കിൽ ഇതാ ഇത് വീണ്ടും ഉറപ്പിക്കുകയാണ്. അവൻ രണ്ടുപേരുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കുകയാണ്. ഇവിടെ രണ്ട് പുരുഷന്മാരെന്ന് പറയുമ്പോൾ വേദപണ്ഡിതന്മാരുടെ അവൻ രണ്ട് തരത്തിലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒന്ന്, രണ്ട് ദൂതന്മാരായി പരിഗണിക്കുന്ന വേദപണ്ഡിതന്മാരുണ്ട്. എന്നാൽ രണ്ട് പുരുഷന്മാരെന്ന് പറയുമ്പോൾ മോശയും ഏലിയാവും ഹാനോക്കും ഇവരിൽ രണ്ടുപേരാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മോശയും ഏലിയാവിനുമാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നുണ്ട്. കാരണം യേശു മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് പ്രത്യക്ഷനായത് മോശയും ഏലിയാവുമാണ്. അപ്പൊ വേദപണ്ഡിതന്മാരുടെ ഇങ്ങനെ ഒരു പ്രത്യേക ധാരണയുണ്ട്. അപ്പൊ മോശയും ഏലിയാവും ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അവര് സ്വർഗം കണ്ടവരാ. ഏലിയാവ് എങ്ങനെയാ ആ സ്വർഗത്തിലേക്ക് പോയത്? അവൻ എങ്ങനെയാ? അവൻ അഗ്നിത്തേരുകളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാ. അപ്പൊ സ്വർഗം കണ്ടവനാ. ഇനി ഏലിയാവിന്റെ ഒരു മരണമുണ്ട്. അത് കർത്താവിന്റെ വരവെങ്കില സംഭവിക്കേണ്ടത്. മോശ വീണ്ടും രൂപാന്തരപ്പെടേണ്ടത് കർത്താവിന്റെ വരവെങ്കില. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ ഭക്തന്മാർ മുഴുവനും രൂപാന്തരപ്പെടേണ്ടത് കർത്താവിന്റെ വരവെങ്കല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതുപോലെ കല്ലറയിൽ, യേശുവിന്റെ കല്ലറയ്ക്കൽ പ്രത്യക്ഷപ്പെട്ട ഒരു ദൂതനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അവൻ സംഭവ്യമായിരുന്നു. ഇപ്പോൾ അവൻ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു, ഓർമ്മയ്ക്കായി ഈ 40 ദിവസം ഈ ഭൂമിയിൽ കർത്താവുണ്ട് എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാം? അന്നത് ആവശ്യമായിരുന്നു, ഇന്നത് ആവശ്യമില്ല. ഇന്ന് നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ നല്ലൊരു അഡ്വക്കേറ്റായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടവരുണ്ടോ? കണ്ടവരുണ്ട്. ആര് കണ്ടു? സ്തെഫാനോസ് കണ്ടു, അല്ലേ? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതല്ല, നിൽക്കുന്നത് കണ്ടു, അല്ലേ? അതെന്തിനാണെന്നറിയാമോ? എന്തിനാ? അവന്റെ ആത്മാവിനെ, നമ്മളെയല്ല, അവൻ സ്തെഫാനോസിന്റെ ആത്മാവിനെ ചേർക്കാൻ എഴുന്നേറ്റ് നിൽക്കുക. ഇരിക്കുന്ന സിംഹാസനായിരിക്കുന്ന ദൈവം എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ മരിച്ചു പോകുമ്പോൾ നമ്മൾ പ്രത്യാശിക്കണം. ഞാനും നിങ്ങളും ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപെടുമ്പോൾ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകുക. ഒന്നാമത് ഞാൻ പറഞ്ഞു, യേശു മധ്യാകാശത്ത് വരും. രണ്ടാമത് ഗലീല പുരുഷന്മാരോട് 2 പുരുഷന്മാർ പറഞ്ഞു, അവൻ പോയതുപോലെ വരും. മൂന്നാമത് ആമേൻ. ഇവിടെ നമ്മള് 1 തെസ്സലോനി 4:16 അവിടെ പറയുകയാണ്, ദൈവസഭയ്ക്ക് മാത്രം കേൾക്കുവാൻ കഴിയുന്ന ശബ്ദമെന്ന് പറയുക. കർത്താവിന്റെ ഗംഭീരനാദം ദൈവസഭയ്ക്ക് മാത്രം കേൾക്കുവാൻ കഴിയുന്ന ശബ്ദമെന്ന് പറയുകയാണ്. 1 തെസ്സലോനി വായിച്ചതെങ്കിലും വായിച്ചു. കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഇത് കേൾക്കുന്നവരാരാന്നറിയാമോ? ദൈവമക്കളാ. ഇത് പഴയ ഭക്തന്മാരായത് കേൾക്കുന്നത്, അല്ലാത്തവൻ കേൾക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവുള്ളവനാ ഇത് കേൾക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്താൽ നയിക്കപ്പെടുന്നവനാണ് ഇത് കേൾക്കുന്നത്. ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ ഇത് കേൾക്കുന്ന ഒരു നാള് അധികം താമസമില്ല വരാൻ പോവുകയാണ്. അത് ദൈവസഭയ്ക്ക് മാത്രം കേൾക്കുവാൻ കഴിയുന്ന ഒന്നാണ്. മധ്യാകാശേ സ്വർഗീയാദൂതേ
ദൈവത്തിന്റെ കാഹളവും. ആരാണ് അവൻ ദൈവസഭ എന്ന് പറയുന്നത്? അവൻ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ജാതികൾ, വംശങ്ങൾ, ഗോത്രങ്ങളിൽപ്പെട്ട ക്രിസ്തുവിനായി ജീവിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാർ അങ്ങനെ ജീവിച്ചു, ഈ കാലങ്ങളിൽ ജീവിക്കുന്നവരാണ് ദൈവസഭയിലെ അംഗങ്ങൾ. അതുകൊണ്ടാ പറയുന്നേ, കാന്ത തന്നെത്താൻ ഒരുങ്ങണം അല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒരുക്കാൻ പറ്റത്തില്ല, പറ്റുമോ? ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒരുക്കാൻ പറ്റത്തില്ല, പറ്റുമോ? അപ്പനും അമ്മയ്ക്ക് മരുമക്കളെ ഒരുക്കാൻ പറ്റത്തില്ല അല്ലെ? മരുമോനെ ഒരുക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുക, കാന്ത തന്നെത്താൻ ഒരുങ്ങണം. കൃപയാലല്ലോ വിശ്വാസം മൂലം ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് അവൻ നമ്മുടെ പ്രവൃത്തി കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അപ്പൊ പുത്രനെ നൽകിയതാ, അതിന് ദാനമായി നമ്മൾ സ്വീകരിച്ചതാ. നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കുന്നത് കൊണ്ട് അവൻ മൂന്നാമത് നമ്മൾ ഓർപ്പിച്ചത്, ഇത് ദൈവസഭയ്ക്ക് മാത്രം കേൾക്കുവാൻ കഴിയുന്ന ശബ്ദമാണ് അല്ലേ? ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വിശുദ്ധന്മാരെ കൊണ്ടുവരുമ്പോൾ ഈ നമ്മൾ മുമ്പ് പാടിയ പാട്ട് കഴിഞ്ഞിട്ട് പഴയ കാലത്ത് ഈ എന്തായിരുന്നു, മ്യൂസിക് ഒന്നുമില്ലായിരുന്നു അല്ലേ? ഓർഗൻ ഒന്നുമില്ലായിരുന്നു. അപ്പൊ നമ്മൾ വേഗത്തിൽ പാടിയാണ്, ഉയരുന്നു രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ തിരിശീല മാറ്റിയത് അർത്ഥം സ്വർഗം തുറന്നിരിക്കുന്നു. വന്നിരിക്കുന്ന ജനത്തോട് പറയുക ദേവാലയത്തില്, എന്താ സ്വർഗം തുറന്നിരിക്കാൻ കാരണം? കൊണ്ടുവരുന്നത് കർത്താവിന്റെ തിരിശരീര രക്തമുള്ള യേശുവാ അവിടെ വരുന്നത്. അപ്പൊ പറയുകയാണ്, അവൻ കർത്താവ്, നമ്മൾ കാണും രണ്ട് കൈയിലും അവൻ കർത്താവിന്റെ തിരിശരീര രക്തങ്ങൾ വഹിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ, ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ ഞാനും നിങ്ങളും ഓർത്തുകൊള്ളണമെന്ന് പിതാക്കന്മാർ ആത്മാവിൽ രേഖപ്പെടുത്തി ഒരു ശുശ്രൂഷയായി നമുക്ക് നൽകിയിരിക്കുക. പിന്നെ വേറെ രഹസ്യങ്ങളുണ്ട്. എന്നറിയോ? അടുത്ത ഞായറാഴ്ച നിനക്ക് പള്ളിയിൽ വരുവാൻ കഴിയുമോ എന്നുള്ള ഉറപ്പില്ല. അതുകൊണ്ട് അച്ഛന്മാര് എങ്ങനെ പറയും, ഞാൻ ബലഹീനനായ പാപിയായ ദാസന് എനിക്ക് വേണ്ടി അടുത്ത ആഴ്ച ഇവിടെ വന്ന് ഈ കുർബാന കർത്താവിന്റെ വരവ് താമസിച്ചാൽ അർപ്പിക്കാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിക്കുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞു വിടുന്ന എന്നാ, അടുത്ത ആഴ്ച നീ ആരാധനയിൽ സംബന്ധിക്കുവാൻ കടന്നു വരുമോ എന്നുള്ള ഉറപ്പ് നിനക്കില്ല. അതുകൊണ്ട് കർത്താവിന്റെ വരവിനായിട്ട് നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ പറഞ്ഞയക്കുക. ഇതാർക്കറിയാം? ഇതാര് പറഞ്ഞു കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ നമ്മുടെ കർത്താവ് മൂന്നാമത് നമ്മൾ കണ്ടു, ദൈവസഭയ്ക്ക് മാത്രം കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം. അപ്പൊ ആത്മാവുള്ളവന് മാത്രമേ ഇത് കേൾക്കുവാൻ കഴിയുള്ളൂ. യേശു ഒരിക്കൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിത്യജീവനും, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ഞാനും പിതാവും ഒന്ന് വാസം ചെയ്യും. എന്നെ അങ്ങനെ പറയാൻ കാര്യമില്ല. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമുണ്ട്. റൂഹയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എന്നാൽ വിശ്വാസികളിൽ റൂഹായുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ റൂഹ നമ്മളിലുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ മഴയാണെങ്കിലും ഇവിടെ വന്നിരിപ്പാൻ തക്കവണ്ണം നമ്മളെ ആത്മ പ്രചോദനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയത്. ഇല്ല, നമ്മൾ വരുമോ? വരികയില്ല. വണ്ടിയെ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. അതിനെ ഇന്ന് പോകണ്ട എന്ന് തീരുമാനിച്ചത്. പക്ഷേ വരാനുള്ള കൃപ ദൈവം തന്നു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ടാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് മാത്രമേ ഈ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. ഒന്ന്, കർത്താവിന്റെ ഗംഭീര നാദം. അത് മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് വേണ്ടി ആണെന്ന് അവൻ വേദപഠിതാക്കൾ പറയുന്നു. മരിച്ചുപോയ വിശുദ്ധന്മാർ ഇപ്പോഴെവിടെയാ? അവര് സ്വർഗസന്നിധിയില, അല്ലെങ്കിൽ സ്വർഗീയ പർദീസയില. നേരത്തെ അവർ അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാൽ അവൻ പാതാളത്തിലായിരുന്നു.
അവിടുന്ന് യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞ് ആമേൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി സ്വർഗത്തിലേക്ക് കടന്നിരുന്നു. സ്വർഗത്തോടടുത്ത ഔട്ട് ഹൗസ് ആണ് സ്വർഗീയ പർദീസ. ആ പർദീസയില് അവരുടെ ആത്മാക്കൾ വിശ്രമിക്കുക. അപ്പൊ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ അവിടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് വരും. ഇന്ന് അവരുടെ ഭൂമിയിൽ അവിടെ ശരീരം വല്ലതും ഒന്നുമില്ല. പൊടിയായിരിക്കുന്ന മനുഷ്യൻ പൊടിയിലേക്ക് ചേർന്ന്, എന്നാൽ ആ പൊടി രൂപാന്തരപ്പെട്ട് ആ പഴയ ഭക്തന്മാരുടെ ശരീരം രൂപാന്തരപ്പെട്ട് അവരുടെ ആത്മാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ട്, ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നത് കൊണ്ട് കർത്താവിന് കിട്ടിയ അതേ ശരീരം അവർക്ക് ലഭിച്ച് അവർ അല്ലേ. പിന്നെ കർത്താവ് ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദം. എന്തിനാ പ്രധാന ദൂതന്റെ ശബ്ദം? മോശ, അതായത് യൂദയുടെ ലേഖനം അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, യൂദ 1:9 ഒരധ്യായമുള്ളൊരു വാക്യം യൂദയുടെ ലേഖനത്തിൽ പറയുന്നു. പ്രധാന ദൂതനായ മീഖയേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ച് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കുവാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞത് മോശയുടെ ശരീരത്തിന് വേണ്ടി പോലും ചോദിച്ചു. അപ്പൊ നമ്മുടെ ഉയർപ്പിനെ തടസ്സപ്പെടുത്താൻ നമ്മോടൊപ്പം നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന പിശാചുണ്ടാകും. അപ്പൊ പ്രിയപ്പെട്ടവരെ, മോശയുടെ ശവശരീരത്തിന് വേണ്ടി തർക്കിച്ച് വാദിച്ചപ്പോൾ ദൈവം നിന്നെ ഭർഷിക്കട്ടെ എന്ന് മാത്രം ഉച്ചരിച്ചപ്പോൾ മോശയുടെ ശരീരം ദൂതന്മാർക്ക് വിട്ടുകൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും എന്തെല്ലാം പറയാൻ അല്ലേ. ഒരു പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെല്ലാം കുറ്റങ്ങളാണ്. ഇവരെ സുവിശേഷകന, അല്ലെങ്കിൽ ഇവരൊരു വിശ്വാസിയ, അവനൊരു പ്രസംഗത്തെ കുറിച്ച് എന്തെല്ലാം പറയുന്ന പിശാചുണ്ടല്ലോ. വന്നിട്ട് പറയും ഇവൻ ഉയർക്കുവാനായിട്ട് യോഗ്യതയില്ല. മോശയെ സംബന്ധിച്ചെന്നാ, മോശ ഒറ്റയടിക്ക് ഒരു മിസ്സേമനെ കൊലപാതകി. പക്ഷേ പിന്നീട് അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയായി അല്ലേ. മോശയെ കുറിച്ച് ദൈവം പറഞ്ഞ എന്താ പറഞ്ഞ? മോശയെ പോലെ മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യനില്ലെന്നാ പറഞ്ഞു. പക്ഷേ എന്താ, ഒരു മനുഷ്യനെ അടിച്ചാദ്യം കൊന്നു. അവൻ ദൈവവേദനായി തീർന്നപ്പോൾ അവൻ സൗമ്യനായി തീർന്നു. അപ്പൊ നോക്കണേ, ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം പറഞ്ഞ് വാദിക്കുന്ന പിശാചുക്കള് നമ്മുടെ ഉയർപ്പിനെ തടസ്സപ്പെടുത്തും. അത് മരിച്ചുപോയ ഉയർപ്പിനെ തടസ്സപ്പെടുത്തും. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? തടസ്സപ്പെടുത്തുന്നത് സുഗമമാക്കുവാൻ വേണ്ടി ഈ പിശാച്, അത് പ്രധാന ദൂതനായ മീഖയേൽ ഇറങ്ങി വരികയും ആ പിശാചുക്കളെ ഒളിപ്പിക്കുകയും ചെയ്യും. എന്നാലും ഞാൻ ഒരു കാര്യം മറന്നുപോയി പറയാൻ. കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ഒന്നാം സ്വർഗത്തിൽ വസിക്കുന്നതായ, അതായത് മധ്യാകാശത്ത് വസിക്കുന്നതായ പിശാചുക്കൾക്ക് ഒന്നാമതേൽക്കുന്ന പ്രഹരം എന്നറിയാമോ? അതേ ഈ ആകാശമണ്ഡലത്തിൽ വസിച്ചുകൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യരെ നാശത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നോക്കിയോടെ, കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ തന്നെ മധ്യാകാശത്ത്, അല്ലെങ്കിൽ ഈ ഭൂമി ഒന്നാം സ്വർഗമാകുന്ന ഈ മധ്യാകാശത്ത് നിന്ന് അവരെ അവിടുന്ന് വെട്ടി ഭൂമിയിലേക്ക് ഇടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്മേൽ കർത്താവ് ജയക്കൊടി നാട്ടാം. മധ്യാകാശത്തിന്മേൽ, ഒന്നാം സ്വർഗമാകുന്ന മധ്യാകാശത്തിന്മേൽ കർത്താവ് ജയക്കൊടി നാട്ടും. പിന്നെ പിശാചിന് യാതൊരു അവകാശമില്ല. അവൻ പിന്നെ ഭൂമിയിൽ മാത്രം അവനെ വസിക്കുകയുള്ളൂ. അത് ഞാനിപ്പോൾ ഓർപ്പിച്ചതാണ്. ഇയ്യോബ് 25:3 വായിച്ചേ. ഇയ്യോബ് 25:3. അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ എന്ന് ചോദിക്കുക. അവർ സ്വർഗത്തിൽ കോടാനുകോടി ദൂതന്മാരുണ്ട്. ആ കോടാനുകോടി ദൂതന്മാരുമായി കർത്താവ് ഇറങ്ങി വരിക മധ്യാകാശത്തില്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ലയോ? അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ എന്ന് ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാനും നിങ്ങൾ മരിക്കുമ്പോഴും ദൂതന്മാര് നമ്മളെ സ്വീകരിപ്പാൻ വരും. നമ്മൾ ആദ്യം പറഞ്ഞ കഥയില് അങ്ങനെയാ.
ആ വൃദ്ധനായ മനുഷ്യൻ മരിക്കുമ്പോൾ, ഞാനത് വിശദീകരിച്ചിരുന്നത്, മരിക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങി വരികയാണ്. അല്ല വേണ്ട, കർത്താവ് തന്നെ പറഞ്ഞു ലാസറും ധനവാനും മരിച്ചു അല്ലേ. ലാസറിനെ കൊണ്ടുപോകാനായിട്ട് വന്നത് ആരാ? ദൈവത്തിന്റെ ദൂതന്മാരാ. എന്നാൽ ധനവാനെയോ പിശാചുക്കളാ കൊണ്ടുവന്നത്. അതേ കൊണ്ട് അടക്കി ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? കിടന്ന് അമറുകയില്ല, വേദനപ്പെടുകയില്ല, ശാന്തമായ ഒരു മരണം അല്ലേ. ശാന്തമായ ഒരു മരണം ഒരു ഭക്തന് കിട്ടും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, അത് ഭക്തന്മാർക്കുള്ള ഒരു അന്ത്യം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞത്. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞത്. എന്നറിയാം, പെട്ടെന്ന് മരിച്ചാൽ ഒരു പക്ഷേ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് കുറവുകൾ ഏറ്റുപറയുവാൻ കഴിയാതെ വരാം. അപ്പൊ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. എന്നിട്ട് ഒരു ഭക്തന്റെ അന്ത്യം ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ അത് നമ്മൾ ആഗ്രഹിക്കണം. ഓരോ നിമിഷവും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറുകളും നമ്മളത് ആഗ്രഹിക്കണം. ഒരു ഭക്തനുള്ള ഒരു അന്ത്യം എനിക്ക് നൽകണം. അങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രയാസമൊന്നുമില്ല. ഇതെന്താ മരിക്കാൻ തരുന്നത്? കൈയും കാലും ഇട്ട് അടിച്ച് അല്ലേ, എന്തോ ഒരു ബഹളമോ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഭക്തൻ മരിക്കുന്നത് സമാധാനത്തോടെ. അനേക കഥകളെല്ലാം മനസ്സിൽ വരുന്നു, ഞാൻ അതൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രണ്ടാമത് ആമേൻ പ്രധാന ദൂതന്റെ ശബ്ദം ധ്വനിക്കുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാരും ജീവനുള്ളവരും രൂപാന്തരപ്പെട്ട ശരീരത്തെ ഉയർക്കുമ്പോൾ തടസ്സങ്ങൾ പറയും. അയ്യോ, ഈ പുള്ളി ആരായിരുന്നെന്നറിയാം. ഈ പുള്ളി പ്രസംഗിക്കുമായിരുന്നു, പക്ഷെ ഈ പുള്ളി ആരായിരുന്നു? ആർക്കറിയാമെന്ന്? ഈ പിശാചിനറിയാം. അവൻ നല്ലവണ്ണം വചനം അറിയാവുന്നവൻ അല്ലേ. കർത്താവിനെ പരീക്ഷിച്ച വചനം കൊണ്ടല്ലേ. 3 പരീക്ഷണങ്ങളും വചനം കൊണ്ടല്ലായിരുന്നു. കർത്താവ് ആ പരീക്ഷകളെ ജയിച്ചതും വചനം കൊണ്ടല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവൻ പറയും, ഇവൻ വലിയ പുള്ളിയാ, പ്രസംഗിക്കുന്നവനാ, ഒത്തിരി ഇടത്തൊക്കെ പോയിട്ടുണ്ട്, ദോഹയിൽ വരെ പോയി പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പാപം നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതായതുകൊണ്ട് അവൻ നമ്മുടെ ഉയർപ്പിനെ അവൻ തടസ്സപ്പെടുത്തുവാൻ അവന് കഴിയില്ല. അഥവാ നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഉയർപ്പിനെ അവന് തടസ്സപ്പെടുത്താൻ കഴിയില്ല. അതിനാണ് പ്രധാന ദൂതന്റെ ശബ്ദം. വീണ്ടും പറയുകയാണ്, ദൈവത്തിന്റെ കാഹളം. അതെ, വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ കാഹളത്തിങ്കലാണ് ജീവനോടിരിക്കുന്നവരുടെ ഉയർപ്പെന്ന് പറയുക. ജീവനോടിരിക്കുന്നവരുടെ ഉയർപ്പ് സംഭവിക്കുന്നത് ആമേൻ ആമേൻ ദൈവത്തിന്റെ കാഹളത്തിങ്കലാ. ദൈവത്തിന്റെ സ്തോത്രം. എന്നാ കാര്യം എന്നറിയാം, വലിയൊരു സമൂഹം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അതുപോലെ മരിച്ചുപോയവരും ആമേൻ ആ ദൈവത്തിന്റെ കാഹളം അല്ലെങ്കിൽ ഈ 3 ശബ്ദങ്ങളും കേൾക്കുമ്പോൾ ആമേൻ അവർ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് എടുക്കപ്പെടുകയാണ് കേട്ടോ. ഞൊടിക്കുന്നതിനിടയിൽ, കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ഇത് സമയം വേണ്ട. അപ്പൊ ഞാൻ ഓർക്കുക, 1000 വർഷത്തെ ഭൂമിയിലെ ദൈവത്തിന്റെ ഭരണത്തിൽ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ അമേൻ നമുക്കൊരു സ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ, അമേൻ നമ്മള് ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ, ഒരു പ്രധാനമന്ത്രി ആണെങ്കിൽ, കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ സ്വർഗത്തിൽ നിന്ന് അവന് ഭൂമിയിൽ ഇറങ്ങി വന്ന് ഭരിക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്. ചിലർക്ക് സംശയമുണ്ട്, മരിച്ചുപോയാലേ നമ്മൾ തിരിച്ചറിയുമോ? തിരിച്ചറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ആ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ സ്വർഗത്തില് നമ്മുടെ ഒരു 1000-2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പിതാവിനെ കാണാൻ ആഗ്രഹിച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ പിതാവ് നമ്മുടെ അരികിലൂടെ വരും. ആ പിതാവിൻ രൂപാന്തരപ്പെട്ട ശരീരത്തിലാ, ഞാനും നിങ്ങളും രൂപാന്തരപ്പെട്ട ശരീരത്തിലാ. അതുകൊണ്ട് ആ പിതാവ് നമുക്ക് കാണാൻ കഴിയും. ഇനി ന്യായത്വമേ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആഗ്രഹിച്ചാൽ മതി, കാണാൻ കഴിയും. നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹം ആരെയാ? ഒന്നാമത് നമ്മുടെ കർത്താവിനെ. എന്തിനാ നമ്മൾ എത്തിപ്പെടുന്നത്? അവന്റെ പാദങ്ങളൊന്ന് ചുംബിക്കാൻ, അവന്റെ കരങ്ങളൊന്ന് ചുംബിക്കാൻ, അവന്റെ മാറ് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ. അതാ നമുക്ക് ആദ്യം ആഗ്രഹം. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് കാണാൻ ആഗ്രഹം ആരെയും അറിയാം, പൗലോസിനെ. സ്വതന്ത്രം പൗലോസിനെ പറഞ്ഞില്ലയോ, ഞാൻ നല്ല പോർ വരുന്നു, ഓരോട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം
എനിക്ക് ആ കിരീടം വെച്ച് നിൽക്കുന്ന ആ കാഴ്ച കാണാൻ ഞാൻ ഏറെ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം കാണേണ്ടത് അവൻ പൗലോസ്ലീഹയാ. നിങ്ങൾക്ക് ആരെയും ആദ്യം ഇപ്പോഴേ പറഞ്ഞോളൂ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശരീരത്തിന് അത് തിരിച്ചറിവുണ്ടാകുക, അത് തിരിച്ചറിയാൻ കഴിയുന്ന ശരീരം എന്ന വെളിപ്പാട് പുസ്തകത്തിൽ, ഞാൻ വാക്യം എടുക്കുന്നില്ല, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മരിച്ചു പോയവര് എല്ലാം കാണാം. അവ ചിലരവിടെ വന്നില്ലെങ്കിലും അയ്യോ എന്തൊരു വിഷമായിരിക്കുന്നു. എത്ര വർഷമായിട്ട് എന്നെ കുറിച്ച് പറയാൻ എത്ര 32 വർഷം. അടുത്ത സെപ്റ്റംബർ 17-ാം തീയതി 31-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഞാൻ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുകയോ ഈ പുള്ളി 32 വർഷം സുവിശേഷ വേല ചെയ്തിട്ട് ഈ സ്വർഗത്തിലില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എന്തൊരു കഷ്ടമായിരിക്കും. അങ്ങനൊന്നും കർത്താവ് നമ്മളെ തള്ളിക്കളയില്ല, അവൻ ഉപേക്ഷിക്കില്ല. ബലം ക്ഷയിക്കുമ്പോൾ ഉപേക്ഷിക്കുന്നവരല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇത്രയും നാൾ അവനെ അനുധാവനം ചെയ്തെങ്കിൽ, ഇത്രയും നാൾ ഓടി നടന്ന് പ്രസംഗിച്ചെങ്കിൽ ചില കുറവുകൾ ഉണ്ടെങ്കിലും ആ കുറവുകൾ ക്ഷമിച്ച് നമ്മളെയും ചേർക്കുന്ന ദൈവമോ നമ്മുടെ ദൈവം. ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണുകയാണ്. ദൈവസഭ മാത്രം കേൾക്കുന്ന ശബ്ദമാണ് കർത്താവിന്റെ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാരണവും അല്ലേ. വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഉണ്ടോ? സ്വന്തം പറയുന്നില്ലല്ലോ. അത് പറ, ഉറപ്പായിട്ടുണ്ടെന്നൊക്കെ വിശ്വസിച്ച് പറ. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനെന്ന അവൻ തോമാസിനോട് പറഞ്ഞു. തോമാസിന് എല്ലാത്തിനും സംശയമാണ്. ഇപ്പൊ നിങ്ങൾക്ക് സംശയമാണ് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനാ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. വിശ്വസിക്കുക. ഞാൻ ഇന്നും ഓർക്കുന്നു 3 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് പ്രേയറില് ആമേൻ ഞാൻ ആഗ്രഹിച്ചത് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ. അപ്പൊ ഒരു ദേവദാസൻ എന്റെ തോളിൽ തട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. എനിക്കത് മതി, ഞാനത് വിശ്വസിക്കുക. ഞാനത് പ്രാർത്ഥിച്ചോണ്ടിരുന്നത് 3 ദിവസം പ്രാർത്ഥിച്ചോണ്ടിരുന്നത് ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടോ എന്നാ. അല്ലേ? ബാക്കി എല്ലായിടത്തും ഉണ്ട്. റേഷൻ കാർഡിലുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്, അല്ലേ, ആധാറിലുണ്ട്, എല്ലായിടത്തും പേരുണ്ട്. പക്ഷേ ആ പേരൊന്നും ഇവിടെ കിടക്കത്തേ ഉള്ളൂ. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പ് പ്രാപിച്ചോണ്ട്. അപ്പൊ നോക്കണം എങ്ങനെയാ ഉറപ്പ് പ്രാപിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് താൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ആ മനുഷ്യാത്മാവിനോട് സംസാരിക്കും. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടുവാൻ, അധ്വാനിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രയത്നിപ്പാൻ, നമ്മൾ കഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്കുകളെ സമയം തിരികെയാണല്ലോ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, നീ മധ്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവര് മനുഷ്യപുത്രന്മാരായി തീരുകയാണ്. ക്രിസ്തു മനുഷ്യപുത്രനായതുകൊണ്ട് മനുഷ്യപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇന്നവൻ സ്വർഗത്തിൽ വസിക്കുന്നു, എന്നെ കൂടെ നിന്റെ മകനാക്കി തീർക്കണമേ എന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ മനുഷ്യപുത്രനായി തീരുക. അവൻ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നാണ്. എല്ലാവരും ഇല്ല, ഉണ്ടോ? എല്ലാവരും ഇല്ല. ദിവസമൊക്കെ പറയുന്നുണ്ട്, നന്മ ചെയ്തവർ ജീവനായി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്. തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേറ്റ് വരുന്ന. ചിലരെ തെറ്റിദ്ധരിച്ചിരിക്കുക, ഇതൊരു സമയമാണ്. ഒന്നുമല്ല, ഒരു സമയം. ആദ്യം നടക്കുന്നത് അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ അവന്റെ വിശ്വാസികളെ മധ്യാകാശത്ത് ചേർക്കുക. പിന്നീട് ഭൂമിയിൽ നടക്കേണ്ടത് 7 വർഷത്തെ ഭരണമാണ്. അത് ആന്റിക്രിസ്റ്റിന്റെ ഭരണമാണ്. 7 വർഷം കഴിയുമ്പോൾ ശേഷിക്കുന്ന യഹൂദന്മാരെയും ശേഷിക്കുന്ന ജാതികളെയും സ്വീകരിപ്പാൻ തക്കവണ്ണം ഒലിവുമലയിൽ കർത്താവ് കാലുകുത്തും. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള പാട്ട് പാടുമ്പോൾ അല്ലേ? പാടി, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ കണ്ണുനീരു തോരും നാളെടുത്തു സ്തോത്രം എന്റെ യേശുവാക്കുമാറാത്തോ. കണ്ണുനീരു തോരും നാളെടുത്തു സ്തോത്രം എന്റെ യേശുവാക്കുമാറാത്തോ. എന്റെ യേശുവാക്കുമാറാത്തോ, എന്റെ യേശുവാക്കുമാറാത്തോ, എന്റെ യേശുവാക്കുമാറാത്തോ, എന്റെ യേശുവാക്കുമാറാത്തോ. നീ മൺമാറും വെൺമാറും മർദ്ദയെല്ലാം വാക്കുമാറും എന്റെ യേശുവാക്കുമാറാത്തോ. 1000 വർഷത്തെ ഭരണത്തിന് യേശു
നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു കർത്താവ് മധ്യാകാശത്തിൽ വരും, അന്ന് എനിക്കും ആമേൻ കർത്താവിനോടുകൂടെ പോകണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ നമ്മളങ്ങ് ചിന്തിച്ചു പോകും. ആ 7 വർഷം കഴിഞ്ഞ് കർത്താവ് വരുമ്പോൾ നമ്മുടെ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ കോടാനുകോടി ദൂതന്മാരോട് ചേർന്ന് ആ ഒലിവുമലയിൽ നമ്മളെങ്കാലും കുത്തും. രൂപാന്തരപ്പെട്ട ശരീരത്തിൽ അവിടെ പിന്നെ ഒരു ഭരണം, 1000 വർഷത്തെ ഭരണം. അവിടെ അത് മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട വിഷയം, അതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഒന്ന്, ആമേൻ, അവിടെ പറയുന്നു കർത്താവ് എവിടെ വരും? അവൻ മധ്യാകാശത്തിൽ വരും. 2, ആമേൻ, അവിടെ പറയുകയാണ് അവൻ പോയതുപോലെ വരും. വിശ്വസിക്കുന്നവരല്ലേ പറഞ്ഞു? ആമേൻ. 3-ാമതായിട്ട് ദൈവസഭ മാത്രമേ ഈ ശബ്ദം കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തന്റെ മണവാട്ടി, തന്റെ കാന്ത, തന്നെ താൻ ഒരുങ്ങി കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരും മരിച്ചുപോയവരും മാത്രമേ ഈ ശബ്ദം കേൾക്കുകയുള്ളൂ. സ്വതന്ത്രം കേൾക്കുമ്പോൾ എന്ത് വേദന തോന്നുന്നില്ലേ? എന്ത് പ്രയാസം തോന്നും? ദൈവമേ, ഞങ്ങൾ കേൾക്കാതിരുന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്താ? പിന്നെ ഈ ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ നമ്മളെ കല്ലെറിഞ്ഞ് കൊന്നുകള, പിന്നെ നമുക്ക് രക്ഷയില്ലതാണ്. ഇപ്പോൾ തന്നെ ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാ ദിവസം. ഇപ്പൊ നമ്മള് ക്രിസ്തുവിനായിക്കോണം, പിന്നെ നമുക്ക് രക്ഷയില്ല. പിന്നെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, പിന്നെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. പിന്നെ വരുന്നത് അന്ന് ഭൂമിയിൽ ശേഷിക്കുന്ന യഹൂദന്മാർക്കും ജാതികൾക്കും വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അവർക്ക് വേണ്ടിയാണ് മോശെയും ഏലിയാവും ആമേൻ യെരൂശലേമിൽ വരുന്നത്. അവിടെ 3.5 വർഷം പ്രസംഗിക്കുന്നത് ഒക്കെ അവർക്ക് വേണ്ടിയാ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിൽ പൗലോസ് പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധി പറയുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ക്രിസ്തുവിലുള്ളവരാ, അതുകൊണ്ട് നമുക്ക് ശിക്ഷാവധിയില്ല. അവേ നമ്മളെ ന്യായം വിധിച്ച് പ്രതിഫലം തന്ന് നമ്മളെ സ്വർഗസന്നിധിയിലേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനാ മധ്യാകാശത്ത് അവൻ വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ദൈവസഭയ്ക്ക് മാത്രമേ ഈ ശബ്ദം കേൾക്കാൻ കഴിയൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വന്ന നിമിഷം മുതൽ പ്രാരംഭമായി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സമയം വേർതിരിക്കുവാൻ കഴിഞ്ഞ 32 വർഷമായി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്തു സ്വന്തം. തുടർന്ന് അനേക വിഷയങ്ങൾ മധ്യസ്ഥനയ്ക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. തുടർന്ന് ദൈവവചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചു. താവേ, ചില പ്രതികൂലങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. ഇത്രത്തോളം പ്രതികൂല കാലാവസ്ഥയിൽ അനുകൂലമാക്കി തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തോത്രം പറഞ്ഞാലും മതിയാകുകയില്ല. താവേ, ഞങ്ങൾ 3 കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടത്. ഒന്ന്, ആമേൻ, കർത്താവ് എവിടെ വരും? അവൻ മധ്യാകാശത്ത് വരും. 2, ഗലീല പുരുഷന്മാരോട് പറഞ്ഞു അവൻ പോയതുപോലെ വരും. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ്. 3-ാമത്, ദൈവസഭയ്ക്ക് മാത്രം, മണവാട്ടി സഭയ്ക്ക് മാത്രം കേൾക്കുവാൻ കഴിയുന്ന ശബ്ദമാണ് കർത്താവിന്റെ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളവും. കർത്താവേ, ആ ശബ്ദം കേൾക്കാൻ, കാതോർക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ, ഞങ്ങളെയും അതിനെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്വത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായ വിനയമായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ പിതാവായ സ്നേഹമേ, ജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധ സംബന്ധ സഹവാസം വീണ്ടും നമ്മൾ കൂടി വരുവരെയും എല്ലാ സമയങ്ങളിലും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ. താങ്ക് യു ജീസസ്. ഞങ്ങളെ കേട്ട എല്ലാവരോടുള്ള നന്ദി അറിയിക്കുക.